അസ്സലാമു അലൈക്കും. സാബീത്ത കഷ്ടപ്പെട്ടിട്ട് ഇതാ സാധനങ്ങളെല്ലാം വീണ്ടും വലിച്ചു കൊണ്ടപ്പോ ഇതന്നെ പണി. ഓട്ടോറിക്ഷ ചെയ്യുന്ന ദൂരമൊന്നുമില്ല, എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഇന്ന് നമ്മൾ ഇറച്ചിക്കറിയാണ് വെക്കുന്നത്. പിന്നെ പഴം പൊരിക്കുന്നുണ്ട്. എന്തെല്ലാം ചെയ്ത് നിങ്ങൾക്ക് കാണാം. നമ്മളെ തുടർന്ന് നിങ്ങൾ വരണം. വീട്ടിൽ നിൽക്കല്ല മക്കളെ, തടഞ്ഞു പോവും കുട്ടികൾ. എന്താ ഇങ്ങനെയാണ് നമ്മളെ കിച്ചണെല്ലാം ഉള്ളത്. ഇവിടെ അതെല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. കുറെ കുട്ടികളുണ്ട്. നമ്മളെ കിച്ചൺ ഇങ്ങനെയാണ്. കിച്ചൻ്റെ അകത്ത് കീരിക്കില്ല. ഇനി എന്തെല്ലാം പൊരിക്കുന്ന, ഏതെല്ലാം പൊരിക്കുന്ന, എന്തെല്ലാം ആക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ മക്കളെ, ഇങ്ങനെ നമ്മളെ അടിപൊളി ഇറച്ചിക്കറി ഇവിടുന്ന് പതച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇറച്ചിയും പത്തലുമാണ്. അങ്ങനെ നല്ല ഈത്തപ്പഴം പൊരിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈത്തപ്പഴം ഇങ്ങനെ നിങ്ങൾ പൊരിക്കുക. പിന്നെ പഴംപൊരി ആണെങ്കിൽ പിന്നെ വേറെ ലെവലാ മക്കളെ. നിങ്ങളിത് ഓരോന്ന് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇവിടുന്ന് പോകത്തില്ല എന്ന്. അത്രമാത്രം ടേസ്റ്റ്. പിന്നെ നമ്മളെ രാജകുമാരി ഇങ്ങനെ വളയിട്ട കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ടാണ് ടേസ്റ്റ് കൂടുന്നത്. വളയില്ലാത്ത കൈ കൊണ്ടാവോലോ. മെനെ ഇനി പോയാട്ടെ, ഇത് പെട്ടുപൊളി. അങ്ങനെ വളയും കഴിച്ചതിനൊക്കെ ഉള്ളൊരു കൈ കൊണ്ടാണ് തേങ്ങ ചിരണ്ടി കളിക്കുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെ പച്ചമുളകും എല്ലാം ചതുക്കി വെച്ചിട്ട് കുറച്ച് നമ്മൾ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ മല്ലിച്ചപ്പും പൊതിയും ചപ്പും ഇവിടെ കിടക്കുന്നുണ്ട്. ഈത്തപ്പഴം ബാക്കി ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഈത്തപ്പഴമാണ് പൊരിക്കാൻ വാങ്ങേണ്ടത്. മറ്റേ നോമ്പ് തുറക്കുമ്പോൾ തിന്നുന്നതല്ല, ഇതിന് മധുരമാണ്, മറ്റേതിന് മധുരം കുറവാണ്. അങ്ങനെ മക്കളെ വളയിട്ട കൈ കൊണ്ടും വളയിടാത്ത കൈ കൊണ്ടും എല്ലാം നിങ്ങൾ ചെയ്യും. പൊന്നെ ഇങ്ങ് പോരി മുറ്റത്തുനിന്ന്. അങ്ങനെ ഗ്ലാസ് എല്ലാം ഇവിടെ തയ്യാറായി കൈ വെച്ചിട്ടുണ്ട്. പ്ലേറ്റുകളെല്ലാം അടക്കിടക്കുന്നുണ്ട്. ബക്കറ്റും വെള്ളം ഇവിടെ ഇല്ലാണ്ടല്ല. അങ്ങനെ ഇതാ നമ്മൾ ഇതെന്നാൾ പുട്ടുമുണ്ട്. പുട്ടിനും കുറച്ച് എബിലി വെച്ചിട്ടുണ്ട്. പിന്നെ പത്തലിന് അരി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു വട്ട നിറച്ച് ഞങ്ങൾ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും നേമത്തും ബറക്കത്തും ചൊരിയാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നിങ്ങൾക്കും ഞങ്ങൾക്കും. അങ്ങനെ എല്ലാമാണ് മക്കൾ. ഇവിടെ കുഞ്ഞൻ്റെ കഞ്ഞി ഇവിടെ കിടക്കുന്നുണ്ട്. അത് കഞ്ഞി കൊടുത്തിട്ട് കഞ്ഞി അയക്കില്ല. ഇവിടുത്തെ ഞങ്ങൾ കഞ്ഞികളൊന്നല്ല. അങ്ങനെയാണ് പൊന്നു മക്കളെ. ഇവിടെ ഒന്ന് തട്ടിട്ടിട്ടുണ്ടാവും, ഒന്ന് ഷഡ്ഡി ഇട്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അങ്ങനെ തിളച്ച് നല്ല മല്ലിച്ചപ്പല് നിങ്ങൾ ഇറച്ചിയിലിട്ട് കൊടുത്താൽ വേറെ തന്നെ ടേസ്റ്റാണ് മക്കളെ. ഇവിടുത്തെ കറിക്കെല്ലാം അവാർഡ് കിട്ടിയ കറിയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ വാങ്ങുക ചെയ്യുക. പിന്നെ മല്ലിയെല്ലാം പൊടിപ്പിച്ചൊന്നും കൊണ്ട കുപ്പിയിൽ ഇട്ടിക്കില്ല. ഇവിടെ കുപ്പിയിലുള്ളത് തീരട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇതെല്ലാം ഞങ്ങളെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മളെ ഉണക്ക് പൊരിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചത്. ഇത് സാബീത്താക്ക് എന്ത് അയക്കൂറുണ്ടെങ്കിലും എന്ത് ബീഫ് ഉണ്ടെങ്കിലും സാബീത്താക്ക് ഉണക്കിൻ്റെ കഷ്ണം കൂട്ടിയിട്ടില്ലെങ്കിൽ തീരെ വിഷമമാണ്, ഭക്ഷണം ഇറങ്ങൂല. അങ്ങനെ എല്ലാമാണ് മക്കളെ. ഇതാ ഓക്കെ മക്കളെ, എന്താ പറയേണ്ടത്? നമ്മളെ കർമൂസ തൈകൾ കാണുന്നുണ്ടാ ചോദിച്ചിട്ട്. അങ്ങനെ കറികളൊന്ന് ഇളക്കി കൊടുത്താൽ സൂപ്പർ കറിയാകുമെന്നാണ് പറയുന്നത്. വളയിട്ട കൈ കൊണ്ടല്ല, കൈച്ചയിലിട്ട കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് ആരൊന്നും വിചാരിക്കണടാ, ഈ കറീൻ്റെ ടേസ്റ്റ് വേറെ ലെവലാ മക്കളെ. ഈത്തപ്പഴം പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളെ മറന്നു പോയിക്കില്ലേ വീഡിയോസ് എടുക്കുന്നതാണ്. അങ്ങനെ പണിക്കാരത്തിൻ്റെ കട്ടെല്ലാം കെട്ടി പുട്ടിൻ്റെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3 കുറ്റിയുള്ള വേണ്ടല്ല, 3 കുറ്റിയുള്ള വെക്കുന്നില്ല. പുട്ടിൻ്റെ പൊടി കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ പാക്കറ്റിലുണ്ടോളൂ കൊണ്ടുവന്ന കുറച്ച് ശേഷം ഇനി അടിയുടെ അതിൻ്റെ ഉള്ളിൽ കരിപ്പ് വേണ്ടേ കരണ്ട. ഇതെല്ലാം മക്കൾ പറിച്ചിങ്ങിട്ട് ചവിട്ടി പിടിച്ച് കാര്യമായിട്ട് കയറണ്ട നാക്കെ ഇനി കുറച്ച് ചെയ്യട്ടെ. അങ്ങനെ പൊരികളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളി ഇറച്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മളെ പുട്ടും കുറ്റി വെച്ചിട്ടുണ്ട്. 1 കുറ്റിയുള്ള പുട്ടാ വെച്ച്. അങ്ങനെ ഇതാ നമ്മളെ വളയിട്ട കൈ കൊണ്ട് പുട്ടിലേക്ക് ഇങ്ങനെയാണ് പുട്ട് നിറക്കുക. വളയിട്ട കൈ കൊണ്ട് കുറ്റി പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അരിപ്പ ഇങ്ങനെ ശരിയാക്കുക. എന്നിട്ട് തേങ്ങ ഇങ്ങനെ ഒരു ശകലം തേങ്ങ ഇടുക. തേങ്ങ ഇട്ടതിൻ്റെ ശേഷം നിങ്ങൾ ഇങ്ങനെ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വളയിട്ട കൈ കൊണ്ട് പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വാരി ഇടുക. ഒന്നും വിചാരിക്കണ്ട, വർത്താൻ ഇങ്ങനെ പറയാണ്ടാവില്ല. എന്താ ഒരു കയ്യിലാടുക. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് 1 കയ്യിലേക്കാണ്. 1 കയ്യിൽ കുറച്ചാറ്റ 1 കുറ്റി നമ്മളെ പറ്റിക്കുകയാണ്. എന്നാൽ പിന്നെ 1 കഷ്ണം പുട്ട് കൊടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് 1 കയ്യിലേക്കുള്ളത് മാത്രം ഒരു കഷ്ണമാക്കിയിട്ട് അവളിങ്ങനെ നമ്മളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇതിന് യാതൊരു സംശയം ഇല്ല എന്നാണ് തോന്നുന്നത്. കുട്ടിയെ ഈകി നമ്മൾ കാര്യം നിങ്ങളൊന്ന് അധികം കാണിച്ചുകൂടാ. അങ്ങനെ പുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊണ്ടിരിക്കുകയാണ്. പതച്ചിക്കൊന്നുമില്ല, പതക്കട്ടെ ഒക്കെ. അങ്ങനെ പൊരികളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളി ഇറച്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മളെ പുട്ടും കുറ്റി വെച്ചിട്ടുണ്ട്. ഒരു കുറ്റിയുള്ള പുട്ടാ വെച്ച്. അങ്ങനെ ഇതാ നമ്മളെ വളയിട്ട കൈകൊണ്ട് പുട്ടിലേക്ക് ഇങ്ങനെയാണ് പുട്ട് നിറക്കുക. വളയിട്ട കൈകൊണ്ട് കുറ്റി പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അരിപ്പ ഇങ്ങനെ ശരിയാക്കുക. എന്നിട്ട് തേങ്ങ ഇങ്ങനെ ഒരു ശകലം തേങ്ങ ഇടുക. തേങ്ങ ഇട്ടതിൻ്റെ ശേഷം നിങ്ങളിങ്ങനെ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വളയിട്ട കൈ കൊണ്ട് പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വാരി ഇടുക. ഒന്നും വിചാരിക്കണ്ട, വർത്താൻ ഇങ്ങനെ പറയാണ്ടാവില്ല. എന്താ ഒരു കയ്യിലാടുക. ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു കയ്യിലേക്കാണ്. ഒരു കയ്യിൽ കറച്ചാറ്റ ഒരു കുറ്റി നമ്മളെ പറ്റിക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു കഷ്ണം വിട്ട് കൊടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കയ്യിലേക്കുള്ളത് മാത്രം ഒരു കഷ്ണമാക്കിയിട്ട് അവളിങ്ങനെ നമ്മളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് യാതൊരു സംശയം ഇല്ല എന്നാണ് തോന്നുന്നത്. കുട്ടിയെ ഈകി നമ്മൾ കാര്യം നിങ്ങളൊന്ന് അധികം കാണിച്ചുകൂടാ. അങ്ങനെ പുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊണ്ടിരിക്കുകയാണ്. പതച്ചിക്കൊന്നുമില്ല, പതക്കട്ടെ ഒക്കെ. നമ്മൾ പത്തൽ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പത്തലാണ്. പിന്നെ പുട്ടിൻ്റെ ഒരു പുട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ പുട്ടാണ്. പിന്നെ അങ്ങനെ വീണ്ടും നിറച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ പത്തല ചൂടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഒക്കെ മക്കളെ ഇതെല്ലാം ചട്ടുവാൻ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് വലിയ ചട്ടാനുണ്ട്, ചെറിയ ചട്ടാനുണ്ട്. കണ്ടാ, ഇത് ഞാൻ വാങ്ങിയതാണ്. പൊരിച്ച മീൻ നമ്മൾ പിന്നെ ഇതിൽ നിറച്ചു വിടുന്ന സമയത്ത് പൊരിച്ച മീൻ മറിച്ചിടാൻ വലിയ ചട്ടവും ഉണ്ടാവില്ല. അതിന് ഞാനെന്ത് പണിയെടുത്ത് ചെറിയ ചട്ടാമായി കൊണ്ടുവന്നു. അങ്ങനെ ഇതാണെങ്കിൽ മറ്റേ ഉള്ളിൽ കൂടി ഇപ്പോൾ ഓട് പോകാനെ നെയ്യെല്ലാം തെറിക്കും. അങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതിനെ കൊണ്ട് മറിച്ചിടാൻ പറ്റുന്നതാണ്. കണ്ടാ, സൂപ്പറാണ്. ഇല്ല, ഒരു കുട്ടി ഇവിടെ കക്കാൻ വന്നിട്ടുണ്ട്. കട്ട് കൊണ്ടുപോവുകയാണ്. കട്ടല്ല. അങ്ങനെ ഇവിടെ ഒന്നും കൂടി പറ്റാ സീന. അന്ന് അടി രണ്ടും അടി, ചോട്ടയും നമുക്ക് മക്കളെ കാണണമെങ്കിൽ അധികം കാണിച്ചൊന്നും കൂടെ വന്നു. മക്കളെ ഒന്നും വിചാരിക്കണ്ട. ഈ മക്കളെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അധികം അടിയും ഗുൾമാലൊന്നും കാണിച്ചുകൂടാ. എന്താ ഇവിടെ നമ്മളിപ്പോൾ 4 പത്തിരി, ഇനി 5 പത്തിരാക്കാം. കൈ പൊള്ളുന്ന് നല്ല മൊഞ്ചിലാക്കണം. ഇതതിന് ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ ഇത്. നല്ല കട്ടിയില്ലാണ്ട് ആക്കിയിട്ടാൽ നല്ല കൊണുണ്ടാവും മക്കളുണ്ടാ. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം ആക്കട്ടെ. തേങ്ങ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം ചുട്ട് ഇടട്ടെ. അങ്ങനെ നമ്മളെ പാത്തു ജയൻ്റെ കട്ടോട് കൂടി ഇതാ അടുക്കളയിൽ കിച്ചണിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പാത്തു പറഞ്ഞ് അമ്മായിയമ്മ പത്തിൽ ചൂടണ്ട, സ്നേഹത്തോടു കൂടി എന്നോട് പറഞ്ഞു, അമ്മായിയമ്മക്ക് തലകറക്കലുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, നിങ്ങൾ പോയി കിടന്നോ, അപ്പം ഞാൻ പത്തൽ ചുടുമെന്നും പറഞ്ഞ് അങ്ങനെ സുന്ദരിയായിട്ട് പിന്നെ വന്നിട്ട് പത്തിൽ ചുടുകയാണ്. അതാണ് അമ്മായിയമ്മയോടുള്ള സ്നേഹം. പിന്നെ നമ്മളെ രാജകുമാരി പിന്നെ എൻ്റെ മോളെ വത്തക്ക പൊടിച്ച് ചീടാൻ പൊടിച്ചിട്ട് വത്തക്ക. ഇനിയിപ്പം ഫ്രൂട്ടിൻ്റെ സമയമാണ്. ഒരുക്കുന്നതാണ് രാജകുമാരി. ഇതാണ് രാജകുമാരി. പിന്നെ അരി രണ്ടിലാക്കിയതാ. അരി പൊടിപ്പിച്ച് വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ ഒന്നിക്കൊന്നരാട് 5 കിലോ വകുപ്പത്തിൽ തന്നെ അരി പൊടിപ്പിക്കണം. പിന്നെ അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി 2 കെട്ടാക്കി വെക്കുകയാണ് നമ്മളെ മരുമകൾ രാജകുമാരി. ഇങ്ങനെ പിന്നെ വളയിട്ട കൈയല്ല, വള ഇടാത്ത കൈ കൊണ്ട്. ഒക്കെ വളയൊക്കെ അലർജിയാണ്, അതുകൊണ്ടാണ് വള ഇടാത്തതെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം ഒരുക്കുന്നതാണ്. അങ്ങനെ പിന്നെ നമ്മളെ ഈ പാത്തുവാണിത്. ഇത് പാത്തു സുന്ദരി നീ വന്നു പാത്തു. അതാണ്. ആരല്ലോ കമൻറ്റ് ചെയ്താണ്ട് കടി അമ്മേനെ ഭയങ്കര മരുമക്കളോട് ഭയങ്കര സ്നേഹം തോന്നും എന്നല്ല എഴുതിയാണ്ട്. നല്ല മരുമക്കൾ എന്നല്ല, വേറെ ഇല്ലെങ്കിൽ ആരാ അമ്മ മരുമക്കളാ.
മരുമക്കൾ വേറെ ഇല്ലെങ്കിൽ എൻ്റെ മളെ ഞാൻ വിചാരിച്ച അമ്മ അമ്മച്ചൻ പറയും എൻ്റെ മളെ രക്ഷപ്പെട്ട അതാ ഓളെല്ലാം നെഗറ്റീവായിട്ടാ കാണുള്ളൂ ഈ രാജകുമാരി എന്താ എൻ്റെ മരുമക്കൾ പോസിറ്റീവാ ആ എന്താ നല്ല ചുവപ്പുള്ള വത്തക്ക അല്ലേ ഞങ്ങളിങ്ങനെ തമാശയാണ് കളിയാണ് ചിരിയാണ് നമ്മൾ ഇന്ന് അമ്മായി അമ്മ മരുമോട് രാജകുമാരി അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സാണ് ലോകിയാണ് വർത്താനാണ് അല്ലേ കളി പറയും തമാശ പറയും ചിരിയും ഒക്കെ ആണ് എല്ലാം ഇമ്മക്കൾ നോമ്പ് തുറക്കുന്ന അപ്പഴത്തേക്കെല്ലാം തിന്ന് തീർക്കും തോന്നുന്നു ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോഴൊന്നുമില്ല ഇൻഷാ അല്ലാ വന്നു മക്കളെ ഓക്കെ എനിക്ക് വേണ്ടിയത് പുട്ടും ഇറച്ചിക്കറി പത്തലല്ല പുട്ടും ഇറച്ചിക്കറി ഭയങ്കര ടേസ്റ്റ് ഉണ്ടാ നല്ല അടിപൊളി പുട്ട് കണ്ടുങ്ങൾ ഉണ്ടാ എനിക്ക് വേണ്ടിയ പുട്ടും ഇറച്ചിക്കറിയുമാണ് തേച്ചും ചൂടണ്ട ഇത് കുറേ അരിപ്പൊടി ഉണ്ട് പത്തിൽ അടിപൊളി ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് അനക്ക് പുട്ടും ഇറച്ചിക്കറിയും വേറെ മക്കളെ അതാറ് മക്കളെ 1 2 3 4 5 6 7 10 ചൂടുന്നുണ്ട് ഞാള് കല്ലുമ്മേൽ കുഞ്ഞി കുഞ്ഞി 10 അങ്ങനെ ഞാള് തിന്നും നിറച്ചോം തിന്നും എന്തെങ്കിലും വെറൈറ്റിയും കോമഡി മക്കളെ അതുകൊണ്ടാണ് നിങ്ങൾ അല്ലാതെ മക്കളെ ഇറ്റിങ്ങളൊന്നും ഒരിക്കലും തട്ടോടൂല പാത്തുവല്ല തട്ട് തന്നെ പാത്തു ഇതുവരെ ചോയിൽ കൈകെട്ടി നിന്നു എന്താ എൻ്റെ സുന്ദരി പെണ്ണുങ്ങളെ ഇതാ യുദ്ധമാണ് ഒന്ന് അങ്ങോട്ട് പായിന്ന് ഒന്ന് ഇങ്ങോട്ട് പായിന്ന് ഇത് പിന്നെ എന്തെന്നാളി ഹോട്ടൽക്കാരത്തി കെട്ടിയിട്ടുണ്ട് ഇതെൻ്റെ മൂത്ത മരുമോള് ഇതെൻ്റെ ഇളയ മരുമോള് അതെൻ്റെ രാജകുമാരി ഇത് രാജകുമാരി സുന്ദരി മോള് കിട്ടാണ്ട് കിട്ടിയ രാജകുമാരി എൻ്റെ മോളെ വേറെ ഇല്ലെങ്കിൽ വേറെ ഇല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞ മളെ എന്താ ഈ രണ്ടെണ്ണത്തിൽ വെക്കണം സ്നാ എത്തൂല കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഈ 2 പ്ലേറ്റിൽ വെക്ക് നമുക്ക് മേശപ്പുറത്ത് എത്തൂല അല്ലാണ്ട് അങ്ങനെയല്ലാണ് മക്കളെ സുന്ദരി ഇങ്ങനെ നല്ല മോള് ഇതാ സുന്ദരി നീ വന്നു പാത്തു സുറുമ വരച്ചവണേ പാത്തു ഞാളൊരു കളികുട്ടിയാണ് ഹെയർ ബാൻഡ് വാങ്ങിക്കൊടുക്കും മുടിക്കുത്ത് വാങ്ങിക്കൊടുക്കും ഇങ്ങനെ മറ്റേ ഇതില്ല എന്തിനു പൂമ്പാറ്റ ബട്ടർഫ്ലൈ ഇല്ല ബട്ടർഫ്ലൈ അത് ഇങ്ങനെ മുടിക്കുത്തി കൊടുക്കും ഓക്ക് ഇവിടെ ആളുകളൊക്കെ ഞാൻ കളിപ്പിക്കും ഏത് അതോള് പിന്നെ മറ്റേ കറി കൂട്ടാത്തോണ്ട് അതിൽ പൊരിക്കുന്നു അങ്ങനെ എല്ലാം അല്ലേ എൻ്റെ ചേലത്തെ ചെമ്പേരുന്തല്ലേ നിന്റെ കാലിലെ കാണാൻ പാദസാരം അമ്മയല്ലേ ഇവരെല്ലാം പറയും നിങ്ങൾക്ക് ബായ് കൂട്ടി വെക്കണം ഇവിടെ ഞാനില്ലെങ്കിൽ ഇവളെ കാര്യം പോക്കല്ല സീന പിന്നെ പറയണമെന്നുണ്ട് ഇതെന്താ ഒന്നിൻ്റെ അകത്ത് കണ്ട് അങ്ങനെ വെക്കുന്നേ കുഞ്ഞു പ്ലേറ്റ് ഇല്ലേ ഇവിടെ നമ്മളെ പറ്റിക്കും കേട്ടോ നോമ്പൊരു മറ്റേ രാജകുമാരി നമ്മളെ പറ്റിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് 100 പ്ലേറ്റ് കൈവെക്കുന്ന മടി കൊണ്ട് ഒന്നിൻ്റെ അകത്ത് തന്നെ കുത്തി അമർത്തിയിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നതാണ് അവള് ഓക്കെ മക്കളെ ഞങ്ങളെ കച്ചറി കുരുമാല് കണ്ടു നിങ്ങൾ എല്ലാ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു മേശപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നോമ്പ് തുറക്കുന്ന വെള്ളം എല്ലാം കൊണ്ടാച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ കുട്ടികൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ നമ്മളെ ഇങ്ങനെ വെച്ചാൽ വട്ടത്തിരിക്കുന്ന കുട്ടികൾ എടുക്കാൻ കഴിയടി ഒരു കഞ്ഞും പ്ലേറ്റിൽ വെച്ച് കൊടുക്കണം 2 പ്ലേറ്റിൽ ആക്കി വെക്കണം അതുപോലെ എല്ലാവരും ഒരത്തെ കുത്തിരി കേന്തി എടുക്കുന്നേരം ഒരു വെള്ളം തട്ടി മാറിക്കോ ഒലിക്ക് ഇങ്ങനെ വെച്ചാൽ പോരാ പിന്നെ വേറെ വെക്ക് അങ്ങനെ എല്ലാമാണ് മക്കളെ അരി കഴിഞ്ഞാ അത് മതിയാ 10 മതിയാ മണ ചുട്ടാൽ മതി ഇതടങ്ങ മൂടിയാക്കണ്ടോ അതീയ സോഫ്റ്റ് ആയി പോകും ഇത് മതിയില്ലേ വാണ ചൂടല്ലേ പുട്ടും ഉണ്ടല്ലോ അരി കുറെ ബാക്കിയുണ്ട് എനിക്ക് സംശയമാണ് അത് എത്തുമോന്ന് പുട്ടും കൂടി ആണെങ്കിൽ ചൂടല്ല നമ്മള് അംഗവൈകല്യം കൂടുതലല്ല നമ്മള് അംഗവൈകല്യമല്ല അംഗങ്ങൾ
ജനസംഖ്യ എല്ലാ അംഗങ്ങള് അല്ലേ അത് ഓക്കും അറിഞ്ഞൂടാ അംഗവൈക പാത്തു എന്തെന്നാ അറിയാ അംഗവൈക എന്തെന്നാ പാത്തു അതിന്റെ ഭാഗ്യട്ടെ അമ്മയോട് പറയുന്ന കേട്ടുക ഇതാ പിന്നെ പുട്ട് നിന്നുണ്ട പാത്തിൽ നിന്നുണ്ട മളേ അങ്ങനെ ഇതാ നമ്മളെന്നും ചുടും ഞങ്ങളെല്ലാം കളിയും ചിരിയും തമാശകളായിട്ടെല്ലാം ഇങ്ങനെ പോവുകയാണ് നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കണ്ട പിന്നെ ഒക്കെ മക്കളേട്ടാ കറി മതിയാവും ഇവിടെ കുറെ ആളുണ്ട് കേട്ടോ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അടുത്ത കൊല്ലം ഇതിൽ കൂടുതൽ അംഗങ്ങൾ ഞങ്ങൾക്കുണ്ടാവാൻ അള്ളാഹുവെ എത്തിക്കണേ കാരണം ചതുകിടുന്ന അംഗങ്ങൾ ഇനി പാത്തു പ്രസവിക്കണം ഒരു കുഞ്ഞിനെ രാജകുമാരി 4ാമത്തെ പ്രസവിക്കണം മൂത്ത മരുമോള് 3ാമത്തെ പ്രസവിക്കണം വലിയ 3 ഒപ്പരം മത്സരിച്ച് പ്രസവിച്ച് കിടന്ന് അംഗങ്ങൾ ഇങ്ങനെ കൂടെ അംഗവൈകല്യം അംഗങ്ങൾ ഞാൻ പറയാം മക്കളെ അംഗവൈകല്യം അംഗങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു ദുആ ചെയ്യണം പാത്തൂനൊരു കുഞ്ഞനാണ് താരാട്ടുപാട് എൻ്റെ ഇളയ മോനൊരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ പാത്തു ഞാൻ ഇപ്പോൾ അള്ളാണ് ദുആ ചെയ്തിട്ടുണ്ട് കേട്ടാ എൻ്റെ ഇളയ മോനും കുട്ടികളെ കൊടുക്കുക എന്തോ ഒരു കൊല്ലായിക്കാവുള്ളൂ എനിക്ക് കല്യാണം കഴിച്ചപാട് കുട്ടികൾ പറഞ്ഞു എനിക്ക് ആരെയും കീർപ്പെന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ഈ പാത്തൂനൊരു കുഞ്ഞിനെ കൊടുക്കണമേ എന്നിട്ട് ഓളെ കുഞ്ഞിനെ ഇങ്ങനെ കടിച്ചടിച്ചടിച്ച് അള്ളാഹ് മക്കളെ എത്തി എല്ലാം കൂടിതാ ഉണ്ടാച്ചി ഇത് മക്കൾക്ക ചെറിയ മക്കളെ ഇവിടെ ഏൽപ്പിക്കുക എല്ലാം ഇവനത് ഇവിടുന്ന് കട്ട് നിന്ന് എൻ്റെ മക്കളെ നോമ്പുള്ള കുട്ടികളെല്ലാം നിങ്ങൾ കണ്ട് മക്കളെ പാവം അങ്ങനെ കിടന്ന് അധികം കാണിച്ചുവിടും മക്കളെ നിങ്ങൾ കാണിക്കുന്ന പേടിച്ചിട്ടൊന്നുമല്ല എപ്പോൾ ബ്ലോക്കായെന്ന് അറിയില്ല ഹേക്ക് വീണൊക്കെയുണ്ടെങ്കിൽ പുലുമാലായിപ്പം പിന്നെ എൻ്റെ ചാനൽ തന്നെ പോയിപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾ വീഡിയോ കാണുന്നിട്ടൊന്നല്ല ഞങ്ങൾ കുറേ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പക്ഷേ ഈറ്റുകളൊന്നും കാണിച്ചുകൂടെ ഈറ്റുകളിൽ ഇങ്ങനെ തലയിട്ടോലുണ്ട് ഇടാത്തോലുണ്ട് ചുറ്റിക്കെട്ടിയോലുണ്ട് എന്തെല്ലോ കളിയുണ്ട് ഞാൻ തന്നെ കാണില്ല നിങ്ങൾ ഇങ്ങനെ ഇട്ട് എന്നാൽ അമ്മയമ്മ ഇങ്ങനെ കുറച്ചുകൂടെ കുത്തിരിഞ്ഞിക്കാം അല്ലോ വീഡിയോ എടുക്കാനും വേണം പണി ഞാൻ പണിയെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് ഓലിക്ക് നിങ്ങൾ കാണൂല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ എല്ലാ മക്കളെ ഞാൻ പണിയെടുത്ത് തരുന്നേരം വീഡിയോ ആരും എടുക്കുന്നില്ല അതാരും ഇട്ട് കാണുന്നില്ല നിങ്ങൾ പണിയെടുക്കുന്ന തന്നെ എൻ്റെ കഴിഞ്ഞ ചാനലിൻ്റെ അകത്ത് നമ്മളെ മറ്റേ കാണാൻ ടൈപ്പ് ചാനലില്ലേ ആ ചാനലിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ ഓരോ പണ്ട് കാലിൽ കമൻ്റ് ഇടുന്നതാണ് പിന്നെ അമ്മ ഒന്നും പണിയെടുക്കുന്നില്ലല്ലോ പക്ഷെ ഞാൻ എടുക്കുന്നവരാരും വീഡിയോ എടുക്കുന്നില്ല അതാണ് സത്യം ഞാൻ എടുത്തു കൊടുക്കും നമ്മളെ മൊത്ത പണികളെല്ലാം മരുമക്കൾ പാവയല്ലേ അല്ലേ എന്താണ് നമ്മൾ മരുമക്കൾ സ്നേഹിക്കുക അതുപോലെ നമ്മൾ സ്നേഹിക്കുക പോലെ എന്നാൽ ഇങ്ങോട്ട് സ്നേഹിക്കും ഓക്കെ മക്കളെ ബൈ 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 സമയം ഇത്രയായണ്ട ഇപ്പം ബാങ്ക് കൊടുക്കാൻ ആയിക്ക് അങ്ങനെ ഇവിടെ എല്ലാവരും ഇരുന്നിക്കുണ്ട് അജവന്മാരെല്ലാം ഇരുന്നിട്ടുണ്ട് എല്ലാം ഇരുന്നിക്കുണ്ട് അങ്ങനെ നമ്മളിന്ന് ഇറച്ചിക്കറീൻ്റെ കൂടി മഞ്ഞച്ചോറാണ് വെക്കുന്നത് കേട്ടാ മഞ്ഞച്ചോറ് വേഗം കയ്യണ്ടിട്ടാ മക്കളെ ഏതായാലും ഇറച്ചിക്കറിയല്ല അല്ലാണ്ട് വെറുംചോറ് വെക്കുമ്പോൾ കറി വേറെ നോക്കണോ ഉപ്പേരി വേറെ നോക്കണോ അന്നേരം പിന്നെ വിചാരിച്ച് പിന്നെ ഇങ്ങനെ അങ്ങ് ആക്കാം ഇൻഷാ അല്ലാ ഓക്കെ മക്കളെ ബായ് അങ്ങനെ ഭക്ഷണം ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമ്മളെ ഇറച്ചിക്കറിയും പുട്ടും തിന്നുകയാണ് എന്ത് ഇറച്ചിക്കറി ഉണ്ടെങ്കിലും അയക്കൂറ ഉണ്ടെങ്കിലും ഉണക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ടണ്ടടാ 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 ഉണക്ക് കടിച്ചു കൂട്ടും വേറെ ലെവലാ മക്കളെ എന്നിട്ടിങ്ങനെ ഇറച്ചിക്കറി എടുക്കുക ഓ നല്ല രസം ഓക്കെ